യാക്കോബായ ഓർത്തഡോക്സ് സഭാ തർക്കത്തിൽ പുതിയ വെളിപ്പെടുത്തൽ. മാർ അപ്രേം മെത്രാപ്പോലിത്ത ഓർത്തഡോക്സ് സഭാ നേതൃത്വത്തിനെതിരെ വിമർശനം ഉന്നയിച്ചതിലാണ് വെളിപ്പെടുത്തൽ. തന്റെ ഇടപെടലിന് പിന്നാലെയാണ് വിമർശനം ഉന്നയിച്ചതെന്ന് യാക്കോബായ മെത്രാപ്പോലിത്ത കുര്യാക്കോസ് മാർ ദിയസ്കോറസ് ആണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. മലയക്കുരിശ് ദയറയിലെ കബറിടത്തിൽ പ്രാർത്ഥിക്കാൻ മാർ അപ്രേം അനുമതി ചോദിച്ചിരുന്നു. എന്നാൽ സെമിത്തേരി പ്രശ്നം ആദ്യം സുന്നഹദോസിൽ ഉന്നയിക്കണമെന്ന് താൻ മാർ അപ്രേമിനോട് പറഞ്ഞു. ഇത് ഉന്നയിക്കാൻ മാർ അപ്രേം ആർജവം കാട്ടി. ഇനി മാർ അപ്രേമിന് മലയക്കുരിശിലേക്ക് വരാമെന്നും ദിയസ്കോറസ് പറഞ്ഞു. തിരുമേനിക്ക് എപ്പോൾ വേണേലും വരാം. ഒരു കണ്ടീഷനുള്ളത്, ഒരു കാര്യമുള്ളത്, തിരുമേനി അവിടുത്തെ സുന്നഹദോസിൽ എഴുന്നേറ്റ് നിന്ന് ഈ യാക്കോബക്കാരൻ്റെ ശവം അടക്കാൻ, ബാക്കിയൊക്കെ പോട്ടെ, ശവം അടക്കാൻ അനുവദിക്കാതിരിക്കുന്നത് തെറ്റാണെന്ന് ആർജവത്തോടൊന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം തിരുവന്നെ ഒന്ന് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞു. ഞാൻ അന്ന് അദ്ദേഹത്തോട് പറഞ്ഞതാണ്. എനിക്കത് പറഞ്ഞു കഴിഞ്ഞപ്പോഴും എനിക്ക് തോന്നി, പക്ഷേ ഞാനത് ശരിയാണെന്ന് എൻ്റെ ബോധ്യമുള്ളത് കൊണ്ട് ഇങ്ങനെ മുറിഞ്ഞ് പറയുമ്പോൾ പിന്നെ എനിക്കത് അങ്ങനെ പറഞ്ഞതിന് വലിയ വിഷമമില്ലാത്തതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞതാണ്. ഇപ്പോൾ അദ്ദേഹം അത് പറഞ്ഞു, സുന്നഹദോസിലൊക്കെ പറഞ്ഞു. ഇപ്പോൾ അത് അപ്രേം തിരുമേനിയായിരുന്നു. ഇനി ഏതെങ്കിലും സമയത്ത് നിങ്ങൾ കേൾക്കുകയാണ് അപ്രേം തിരുമേനി, ഞാൻ അദ്ദേഹത്തെ നാളെ വരാനോ ഒന്നുമല്ല പറയുന്നത്, അദ്ദേഹത്തിന് ഇനി എപ്പോഴെങ്കിലും തോന്നിയാൽ അദ്ദേഹം പറയേണ്ടടുത്ത് പറയേണ്ടതുപോലെ പറഞ്ഞതുകൊണ്ട് ഇനി നാളെ ഞാനിപ്പോൾ ഈ കാശിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഓർത്തത്. ഓർത്തഡോക്സിലെ തിരുമേനി മലകുരിശ് ഒന്ന് പ്രാർത്ഥിച്ചു എന്ന് കേട്ടാൽ അപ്രേം തിരുമേനി അദ്ദേഹത്തെ അത് ദൈവസന്നിധിയിൽ ഞാൻ കൊടുത്ത വാക്ക് അനുവദിച്ചതാണ്. അദ്ദേഹം എപ്പോൾ വന്നാലും പ്രാർത്ഥിച്ചു പോകും. വിവരങ്ങളുമായി അനിൽ ജോർജ് ആണ് ചേർന്നത്. അനിൽ ജോർജ്, സഭാ തർക്കം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ മെത്രാപ്പോലിത്തയുടെ വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നത്. ഇത് എങ്ങനെയാണ് ഈ തർക്കത്തിനെയൊക്കെ ബാധിക്കുക? എന്താണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്? സ്വാതി, വളരെ ഗൗരവമായ ഒരു വെളിപ്പെടുത്തൽ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. കാരണം ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചതിൻ്റെ പേരിൽ ഓർത്തഡോക്സ് സഭാ നേതൃത്വത്തെ പ്രതിക്കൂട്ടിലാക്കുന്ന രീതിയിൽ ഓർത്തഡോക്സ് സഭാ നേതൃത്വം പള്ളിപിടുത്തക്കാരാണ്. അപ്പോൾ ഓർത്തഡോക്സ് സഭയുടെ ഭരണഘടനയെ തള്ളിപ്പറഞ്ഞുകൊണ്ടും സംസാരിച്ചതിൻ്റെ പേരിൽ ഈ മെത്രാപ്പോലിത്ത ഇപ്പോൾ സസ്പെൻഷനിലാണ്. അതായത് ഭദ്രാസനത്തിൻ്റെ ഭരണ ചുമതലയിൽ നിന്നും സക്കറിയാസ് മെത്രാപ്പോലിത്തയെ മാറ്റി നിർത്തിയിരിക്കുകയുമാണ്. സക്കറിയാസ് മാർ അപ്രേം ഇപ്പോൾ ചുമതലയിൽ ഒരു മെത്രാപ്പോലിത്തയായി ശിക്ഷാ നടപടിക്ക് വിധേയനാകുകയും ചെയ്തിരിക്കുന്നു. ഇതിന് പിന്നിൽ യാക്കോബായ സഭയ്ക്ക് പങ്കുണ്ട് എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഇപ്പോൾ അത് ശരിവെക്കുന്ന രീതിയിലാണ് യാക്കോബായ സഭയുടെ മുതിർന്ന മെത്രാപ്പോലിത്ത ആയ കുര്യാക്കോസ് മെത്രാപ്പോലിത്ത ഇപ്പോൾ ഈ നിലയിൽ ഉള്ള ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. കുര്യാക്കോസ് മാർ ദിയോസ്കോറസ് യാക്കോബായ സഭയുടെ സീനിയർ മെത്രാപ്പോലിത്തയാണ്. അദ്ദേഹം ഒരു ദേറയുടെ ഭരണ ചുമതലയിലാണ്. ദേറയിൽ കബറടങ്ങിയിരിക്കുന്ന ഒരു റമ്പാച്ചൻ്റെ കബറിനുകൾ വന്ന് പ്രാർത്ഥിക്കാൻ അപ്രേം തിരുമേനി തന്നോട് അനുവാദം ചോദിച്ചു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. എന്നാൽ താൻ അനുവാദം നൽകിയില്ല. പകരം യാക്കോബായ സഭാവിശ്വാസികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി അവരുടെ ശവമടക്കാനുള്ള അനുവാദം എങ്കിലും നൽകാനുള്ള രീതിയിൽ നിങ്ങൾ സംസാരിക്കണം, സുന്നഹദോസിൽ സംസാരിക്കാനുള്ള ആർജവമുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം സുന്നഹദോസിനും അപ്പുറം നിന്ന് സംസാരിച്ചു എന്നാണ് ഇപ്പോൾ കുര്യാക്കോസ് മാർ ദിയോസ്കോറസ് പറയുന്നത്. അതായത് നമ്മളെല്ലാവരും അക്കാര്യം കണ്ടതുമാണ്. യാക്കോബായ സഭയുടെ ഈ മെത്രാപ്പോലിത്ത പറയുന്നത് പോലെ തന്നെ ഓർത്തഡോക്സ് സഭാ നേതൃത്വത്തിനെതിരെ കടുത്ത ഭാഷയിൽ വിമർശനം ഉന്നയിച്ചതിൻ്റെ പേരിലാണ് അദ്ദേഹത്തിന് അപ്രേം മെത്രാപ്പോലിത്തയ്ക്ക് പുറത്തു പോകേണ്ടി വന്നത്. ഇതെല്ലാം താൻ പറഞ്ഞതുകൊണ്ടാണ് ഇദ്ദേഹം ഇങ്ങനെ സംസാരിച്ചതെന്നും അതിനാൽ അദ്ദേഹത്തിന് ഓർത്തഡോക്സ് സഭ മെത്രാപ്പോലിത്ത ആയിരിക്കുമ്പോൾ തന്നെയും യാക്കോബായ സഭയുടെ ഈ ഭദ്രാസനത്തിൽ, യാക്കോബായ സഭയുടെ ഈ ദയറയിൽ, ഒപ്പം യാക്കോബായ സഭയുടെ പള്ളിയിൽ അദ്ദേഹത്തിന് പ്രവേശിക്കാമെന്നും അതിനുള്ള അനുവാദം താൻ നൽകുന്നുമെന്നാണ് പുതിയ ഈ ദയറ അധിപൻ കൂടിയായ കുര്യാക്കോസ് മാർ ദിയോസ്കോറസ് മെത്രാപ്പോലിത്ത പറയുകയും ചെയ്തിരിക്കുന്നത്. ഇത് വീണ്ടും കടുത്ത പ്രതിസന്ധികളിലേക്ക് അല്ലെങ്കിൽ കടുത്ത പ്രശ്നങ്ങളിലേക്ക് സഭാതർക്കത്തെ വലിച്ചുകൊണ്ട് പോകും എന്ന കാര്യം ഉറപ്പാണ്. അതായത് മാർ അപ്രേം സംസാരിച്ചത് യാക്കോബായ സഭയ്ക്ക് വേണ്ടിയാണ് എന്ന നിലയിൽ വരും ദിവസങ്ങളിൽ വലിയ തോതിലുള്ള ചർച്ചകളിലേക്ക് ഓർത്തഡോക്സ് സഭാ നേതൃത്വത്തിന് പോകേണ്ടി വരും. തൽക്കാലം ഈ ഒരു സസ്പെൻഷനിൽ മാത്രമായി ഒതുക്കിയിരിക്കുന്ന അല്ലെങ്കിൽ ഭദ്രാസനത്തിൻ്റെ ഭരണ ചുമതലയിൽ നിന്ന് മാത്രം മാറ്റി നിർത്തിയിരിക്കുന്ന അവസ്ഥയിൽ
നിന്ന് കുറച്ചുകൂടി ഗൗരവമുള്ള ശിക്ഷാ നടപടികളിലേക്ക് നീങ്ങേണ്ട സാഹചര്യമുണ്ടാകും. ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തൽ അതിനെ കൂടുതൽ ഗൗരവമുള്ളതാക്കുന്നുണ്ട്. കാരണം മാർ അപ്രേം എങ്ങോട്ട് പോകും എന്നത് സംബന്ധിച്ച് പോലും വലിയ തോതിൽ ചർച്ച ഈ വിശ്വാസികളുടെ ഫേസ്ബുക്ക് കൂട്ടായ്മകളിലൊക്കെ വളരെ സജീവമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരമൊരു വെളിപ്പെടുത്തൽ പുറത്തു വന്നിരിക്കുന്നത്. അതിനാൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പുതിയ ഓർത്തഡോക്സ് സഭാ തർക്കത്തിലാണ് ഇപ്പോൾ പുതിയ വെളിപ്പെടുത്തൽ.